എന്തിനാ അവന്റെ പഴം കൊടുത്തത്? എന്തിനാ അവന്റെ പഴം കൊടുത്തത്? അവൻ കഴിക്കട്ടെ കേട്ടാ. അടിയാണ് എനിക്ക്. നിനക്ക് വെച്ചാൽ നീ പോയി കഴിക്കും. ഇവിടെ വാ, പോ, ഇങ്ങോട്ട് വാ, വാ 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 പിന്നെ വാ വാടാ വാ. നമ്മുടെ മകൻ അവന് വെച്ച പഴത്തിനെടുത്തിട്ട് ഇവൻ കഴിക്കുകയാണ്. തെമ്മാടി തെമ്മാടി കുട്ടിയാണ്, തെമ്മാടി കുട്ടി, തെമ്മാടി കുട്ടിയാണ്, തെമ്മാടി കുട്ടി. കണ്ട റോക്കി എടുത്തോ? റോക്കിന്റെ പഴം നീ എടുക്കണേ. കഴിച്ച കഴിച്ച പോ. അങ്ങനെയാണ് പഴം കഴിക്കണം, അങ്ങനെയാണ്. അങ്ങനെ മേപ്പിട്ട് വരിക്കുക. മതിയായി അവന്. മാഷ വളർത്തുകയാണ്. ആ ഞാനേ വണ്ടി ആള് മാറിയപ്പോ അതേ കേറി. മാഷ എവിടെ? അതെ, അല്ല മാഷ് ആ ചോദിച്ചു. ആ അതന്നെ അതന്നെ പോയി ആള്. ദേ ആ അതന്നെ, ഇത് തലയിൽ ഹെൽമെറ്റ് കണ്ടില്ലേ? ആള് പേടിച്ചതാണ്. അതെ അതെ, അത് ശരി. ഞാൻ കുറേ ആയിട്ട് ഇങ്ങനെ മീറ്റിങ്ങിന് പങ്കെടുക്കുന്നില്ല എന്നുള്ള പരാതി. ഞാൻ അങ്ങനെ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യണില്ല കേട്ടോ. അപ്പോൾ എന്തായാലും മാനേജർ ട്രാൻസ്ഫർ ആയിട്ട് പോവുകയാണ്. അപ്പോൾ എന്തായാലും ഒന്ന് പോകണമെന്ന് പറഞ്ഞു. മാഡം തന്നെ വേണം, നിവൃത്തിയില്ല, വന്നേ പറ്റൂ എന്ന് പറഞ്ഞപ്പോൾ ആ ശരിയെന്നും പറഞ്ഞു. എന്താ ഭക്ഷണം? ഡൽഹിയിൽ അയ്യോ എൻ്റെ പേര് എൻ്റെ പേര് ഗവൺമെൻറ് ഓഫീസറാണ്. മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നത് ഓക്കെ. ഇടയ്ക്ക് എപ്പോഴും കാണാം. ഇടയ്ക്കില്ല, ഇടയ്ക്കിടയ്ക്ക്. അതെ, ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ നമ്മുടെ മീറ്റിങ്ങൊക്കെ കഴിഞ്ഞ് വന്ന് ഗവൺമെൻറ് ഓഫീസർ ദീപിക മാഡത്തിൻ്റെ മീറ്റ് ചെയ്യാണ്. വരുന്ന വഴിക്ക് ഫ്ലിപ്കാർട്ടിൽ നമ്മൾ മാസ്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. മാസ്ക് എന്താ പറയുക, ഞാൻ വഴിയിൽ പറഞ്ഞ വഴി തെറ്റി. ഒരാൾ വേറൊരു വഴി പറഞ്ഞു. ഫ്ലിപ്കാർട്ടിൽ കൊണ്ടുവരുന്ന ആൾ ഫ്ലിപ്കാർട്ട് മാസ്കാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. മാസ്കിന് ഒരു വിലക്കുറവില്ല കേട്ടോ. മാസ്ക് ആരും അങ്ങനെ ധരിക്കുന്നില്ല, ഇടുന്നില്ല. എന്നാലും മാസ്കിന് വിലക്കുറവൊന്നുമില്ല. ഫ്ലിപ്കാർട്ടിൽ നിന്നൊരു 200 അല്ലെങ്കിൽ 100 അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി യൂസ് അല്ലേ. ഞാൻ പുറത്തേക്ക് പോകുമ്പോൾ മാസ്ക് ഇട്ട് അങ്ങനെ ശീലമായിപ്പോൾ എന്താണെന്ന് പറയുക, ജലദോഷം, പനി അങ്ങനെയുള്ള ഒരു ഇതും നമുക്ക് ജലദോഷമൊന്നും വരണേ ഇല്ല. അലർജി, തുമ്മൽ അതൊന്നും വരണേ ഇല്ല മാസ്ക് കാരണം. പോയിട്ട് വരുമ്പോൾ എപ്പോഴും കണ്ട ഒരു പാക്കറ്റ് 50 രൂപ. അത് വാങ്ങിയിട്ട് വന്നാൽ 4 ആൾക്ക് കൊടുക്കാൻ കറക്റ്റാണ്. റെഡ്മിനെ കാണാണ്ട് ഞാൻ തിരയായിരുന്നു അതിൻ്റെ ഉള്ളിലൊക്കെ. കാണ്. ഇന്നലെ ഞാൻ ഇട്ട വീഡിയോയിൽ ഇത് എന്ത് ചെടിയാണ് പറിക്കുന്നത് എന്നുള്ളത് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പറയാണ്, എന്താണ് കീഴാർനെല്ലിയാണ്. അത് കരൾ രോഗത്തിനും പിന്നെ ഫാറ്റി ലിവർ പറയില്ലേ, കരൾ രോഗം തന്നെ. അപ്പോൾ അതിനൊക്കെ നല്ല ബെസ്റ്റാണ്, ഷുഗർ കുറയാനും ഒക്കെ ആയിട്ട്. ഞാൻ എവിടെ കണ്ടാലും അത് വലിച്ചിട്ട് വരും. വന്നിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കും. പിന്നെ പച്ചപ്പാലിലൊക്കെ അരച്ച് കഴിച്ചാൽ നമ്മുടെ മഞ്ഞപ്പിത്തമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അത്രയും നല്ല ബെസ്റ്റ് മരുന്നാണ് കേട്ടോ. അപ്പോൾ അതാണ് ഞാനത് ഇന്നലെ വോയിസ് ഇട്ടതിൽ എന്തോ ഒരു ഫാൾട്ട് അടിച്ചിരിക്കുന്നു. വോയിസ് പോയിരിക്കണു. കുറച്ച് വോയിസ് അതിൽ ചേഞ്ച് ചെയ്യേണ്ടായിരുന്നു. ചേഞ്ച് ചെയ്തപ്പോൾ ഫുള്ള് പോയിരിക്കുന്നു. അത് കാരണം ഞാൻ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്തതാട്ടോ. അപ്പോൾ കരൾ രോഗത്തിനും അതുപോലെ തന്നെ ഷുഗർ രോഗത്തിനും ഒക്കെ പറ്റിയതാണ്. മഞ്ഞപ്പിത്തം വരാതിരിക്കാനും വന്നിട്ടുണ്ടെങ്കിൽ തന്നെ 3 ദിവസം നമ്മൾ പച്ചപ്പാലിൽ അരച്ചിട്ട് പച്ചപ്പാലിൽ കലക്കിയിട്ട് 3 ദിവസം കുടിച്ചു കഴിഞ്ഞാൽ മഞ്ഞപ്പിത്തം കംപ്ലീറ്റ് മാറും. അപ്പോൾ ഞാനത് എവിടെ കണ്ടാലും
അതാണ് അത് പൊക്കിയിട്ട് വരുന്നു പറയാൻ കാരണം. പക്ഷെ വോയിസ് കൊടുത്തപ്പോൾ അതിൽ വോയിസ് പോയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും അത് കഴിച്ചോളൂ കേട്ടോ. ധൈര്യമായിട്ട് കഴിക്കുക. പഴയ പണ്ട് മുതൽ കഴിച്ചു വരുന്നൊരു സാധനമാണത്. നല്ല മരുന്നാണ്. ഫാറ്റി ലിവർ വരാതിരിക്കാനും മഞ്ഞപ്പിത്തം വരാതിരിക്കാനും ഒക്കെ വെള്ളം തിളപ്പിച്ച് കുടിക്കുക കേട്ടോ. കീഴാർ നെല്ലി, കുഞ്ഞു കുഞ്ഞു നെല്ലിക്ക ഉണ്ടാവും അതിൽ.